നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ സോഷ്യൽ ഓർഡറിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ പൊതുനിരത്തിലിട്ട് ആക്രമിക്കുന്നു, പലരെയും കൊന്നു കെട്ടിത്തൂക്കുന്നു പബ്ലിക് സ്പേസിൽ. സ്ത്രീകൾ, ഡോക്ടർമാരടക്കം വ്യാപകമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ചും മമത അധികാരത്തിലെത്തിയതിന് ശേഷം ബംഗാളിൽ നിന്നും നാം കേൾക്കുന്ന വാർത്തകൾക്കൊക്കെ ഇതുപോലെ ഒരു താലിബാൻ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നാം കാണുന്ന മറ്റൊരു പ്രത്യേകത, ഇത്രയൊക്കെ അരാജകത്വം നടന്നിട്ടും മമത വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അതായത് അരാജകത്വം ആഗ്രഹിക്കുന്ന, താലിബാനൈസേഷൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവിടെ ഭൂരിപക്ഷമാകുന്നു എന്ന് സംശയിക്കണം. നമ്മൾ ബംഗാളിനെക്കുറിച്ച് കുട്ടിക്കാലത്ത് പഠിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും രവീന്ദ്രനാഥ് ടാഗോറിനെയും ഒക്കെ പ്രസവിച്ച ബംഗാളിൻ്റെ സാംസ്കാരിക അധപ്പതനം തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം തുടങ്ങിയതോടെയാണ്. വിവേകാനന്ദനെയും ടാഗോറിനെയൊക്കെ അവർ ബംഗാളിൽ നിന്നും പുറത്താക്കി. അവരുടെയൊക്കെ സ്ഥാനത്ത് ചെഗുവരയും കാൾ മാർക്സും അടക്കമുള്ള പാശ്ചാത്യ ചിന്തകൾ കുത്തി നിറച്ചു. സാംസ്കാരികമായിട്ട് അധപ്പതിച്ച ബംഗാളിനെ താലിബാനൈസ് ചെയ്യുന്നത് മമതയാണ്. ഇന്നത്തെ നിലയ്ക്ക് പോയാൽ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്കുള്ള ദൂരം അധികമില്ല. ബംഗാളിൻ്റെ മാറുന്ന സ്വഭാവത്തിൻ്റെ പ്രധാന കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഭാരതത്തിന് ബംഗ്ലാദേശുമായിട്ട് 4095 കിലോമീറ്റർ അതിർത്തിയാണുള്ളത്. അതിൽ 2200 കിലോമീറ്ററും, അതായത് 54% വെസ്റ്റ് ബംഗാളുമായിട്ടാണ്. പാകിസ്ഥാൻ അതിർത്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിക്കുള്ള പ്രത്യേകത, ബംഗ്ലാദേശ് അതിർത്തി പ്ലെയിൻ ലാൻഡാണ്, സമതലമാണ്. മാത്രമല്ല പാകിസ്ഥാൻ അതിർത്തിയെപ്പോലെ ബംഗ്ലാദേശ് അതിർത്തി ഫെൻസ്ഡ് അല്ല, നമ്മളവിടെ വേലി കെട്ടിയിട്ടില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിനും വരെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പ്രസൻസ് ബംഗ്ലാദേശ് അതിർത്തിയിൽ തുച്ഛമായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പം ബംഗ്ലാദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു കയറുവാൻ സാധിച്ചിരുന്നു. ഇങ്ങനെ കടന്നു കയറുന്നവരെ തിരിച്ചറിയുവാനും ബുദ്ധിമുട്ടാണ്. കാരണം വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലും ഒക്കെ ഉള്ളവർ ഒരേ എത്നിക് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, ഒരേ ഭാഷ സംസാരിക്കുന്ന, ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാർ. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ മറ്റൊരു പ്രത്യേകത, അവിടെ എന്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടായാലും കൊല്ലപ്പെടുന്നത് അവിടുത്തെ മൈനോറിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ജനാധിപത്യ സമരമാണെന്നാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടും തല്ലിക്കൊല്ലുന്നത് ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയുമാണ്. അതിൽ അവിടെയുള്ളവരെല്ലാവരും, അത് ബംഗ്ലാദേശി ആണെങ്കിലും പാകിസ്ഥാനി ആണെങ്കിലും, അവരൊറ്റക്കെട്ടാണ്. ഞാനിത് പറയാൻ കാരണം 71 ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധസമയത്ത് 25 ലക്ഷം ഹിന്ദുക്കളെയാണ് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ കൊന്നു തള്ളിയത്. അതിൽ അന്ന് കുറേ ഹിന്ദുക്കൾ അവിടുന്ന് ജീവരക്ഷാർത്ഥം വെസ്റ്റ് ബംഗാളിലേക്ക് ഓടി പോന്നു. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഇവരിൽ ഭൂരിപക്ഷവും തിരികെ പോവുകയും ചെയ്തു. 1971 ശേഷമാണ് വലിയ തോതിൽ മുസ്ലിം കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് ഉണ്ടാകുന്നത്. ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാന കാരണം അവരവിടെ ബംഗ്ലാദേശിൽ നേരിടുന്ന റിലീജിയസ് പെർസിക്യൂഷനാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും തൊഴിലും അന്വേഷിച്ചാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. 2004 ബോർഡർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഓരോ ദിവസവും ഏതാണ്ട് 1000 ബംഗ്ലാദേശികൾ വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ലോക്സഭയിൽ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 200 ലക്ഷം ബംഗ്ലാദേശികൾ അനധികൃതമായിട്ട് ഭാരതത്തിൽ കഴിയുന്നുണ്ട്. ഇതൊന്നും വ്യക്തമായ കണക്കല്ല, ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് കണക്കുകൾ മാത്രമാണ്. ഇതിനൊരു വ്യക്തമായ കണക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ NCR അല്ലെങ്കിൽ NPR പോലെയുള്ള കണക്കെടുപ്പുകൾ നടക്കണം. അതിവിടെ പറയാൻ സാധിക്കില്ല. ഉടനെ അതിനെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കും, വർഗീയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കും, മതേതരെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം നിലവിളിയും തുടങ്ങും. ഈ അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഴുവൻ വെസ്റ്റ് ബംഗാളിലെ രാഷ്ട്രീയ പാർട്ടികളാണ്, പ്രത്യേകിച്ചും മമതയുടെ TMC. ഈ കയറി വരുന്നവർക്ക് മുഴുവൻ വോട്ടർ ID-യും റേഷൻ കാർഡും ആധാറും ഒക്കെ അറേഞ്ച് ചെയ്ത് അവരെ ഒരു ഇന്ത്യൻ വോട്ടറാക്കി മാറ്റിയെടുക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തി ജില്ലകൾ മുഴുവൻ മുസ്ലിം മെജോറിറ്റി ജില്ലകളായി കഴിഞ്ഞു.
ഇത് മുഴുവൻ മമതയുടെ അല്ലെങ്കിൽ TMCയുടെ വോട്ട് ബാങ്കാണ്. മിക്ക നിയോജക മണ്ഡലങ്ങളിലും അവർ നിർണായക ശക്തികളാണ് ഈ ബംഗ്ലാദേശികൾ. അവരാണ് ബംഗാളിലും ഇന്ത്യയിലും ആര് ഭരിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കുന്നത്. വെളിയിൽ നിന്ന് വന്നവന് നമ്മുടെ രാജ്യത്ത് എന്ത് അരാജകത്വമായാലും അവനെന്താണ് കുഴപ്പം? അവൻ മമതയ്ക്ക് തന്നെ വോട്ട് കൊടുക്കും. ഇതാണ് സ്റ്റേറ്റിൽ നിന്ന് കത്തുമ്പോഴും മമതാ ബാനർജി ഇലക്ഷനിൽ ജയിക്കുവാനുള്ള കാരണം. നമ്മൾ പൊതുവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ഫാമിലി പ്ലാനിങ്ങും അവിടുത്തെ ബർത്ത് കൺട്രോളും ഒക്കെ ഇന്ത്യയുടെ മൊത്തം ശരാശരിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് വെസ്റ്റ് ബംഗാളിലെ സ്വാഭാവിക ബർത്ത് റേറ്റ് കുറഞ്ഞാണ് വരുന്നത്, അത് കുറവാണ്. പക്ഷേ അവിടെ ജനസംഖ്യ കൂടിക്കൂടി വരുന്നു, ബർത്ത് റേറ്റ് കുറവാകുമ്പോഴും. അതിന് കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ കുടിയേറ്റമാണ്. ബംഗ്ലാദേശിലെ സെൻസസ് അതോറിറ്റിയുടെ ഒരു പഴയ റിപ്പോർട്ട് ഞാൻ എടുത്തൊന്ന് നോക്കി. അതിൽ പറയുന്നത് 1981-നും 91-നും ഇടയിൽ 10 കൊല്ലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഏതാണ്ട് 80 ലക്ഷം ആൾക്കാർ അവിടുന്ന് മിസ്സിംഗ് ആണ്. അതിൽ ഏതാണ്ട് 70 ലക്ഷം മുസ്ലിങ്ങളും ബാക്കി 10 ലക്ഷം ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങളുമാണ്. അവരൊക്കെ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലും ഇന്ന് ബംഗ്ലാദേശികളായിട്ടും അല്ലെങ്കിൽ ബംഗാളികളായിട്ടും കഴിയുന്നുണ്ടെന്ന് വേണം സംശയിക്കുവാൻ. ഈ അനധികൃത കുടിയേറ്റം കാരണം കേരളത്തിലടക്കം സാമൂഹ്യ സുരക്ഷിതത്വം ഇല്ലാതാവുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്? നമ്മൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ ഒരു വലിയ ശതമാനവും ഗവൺമെൻറ് ചെലവഴിക്കുന്നത് ഈ കുടിയേറ്റക്കാരെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ്, ഈ കുടിയേറ്റം ഇതേപോലെ തുടർന്നാൽ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഘടനവാദമാണ്. 47-ൽ രാജ്യം വിഭജിച്ചപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് പാകിസ്ഥാനായത്. ഇന്ന് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഭാഗമായിരിക്കുന്ന പല പ്രദേശങ്ങളും അന്ന് മുസ്ലിം ഭൂരിപക്ഷമായിരുന്നില്ല. പക്ഷേ ഈസ്റ്റ് ബംഗാളും സിന്ധും ആസാമിൻ്റെ പല ഭാഗങ്ങളും ഒക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കുവാനുള്ള ശ്രമങ്ങൾ അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1930-കളിൽ തന്നെ ആരംഭിച്ചിരുന്നു. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ അവർ ഈ പ്രദേശങ്ങളിലേക്ക് കാലാകാലങ്ങളായിട്ട് കുടിയേറ്റം നടത്തിക്കൊണ്ടിരുന്നു. 47-ൽ വിഭജനം നടക്കുമ്പോൾ അവർക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. ആ പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാൻ്റെയും ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെയും ഭാഗമായിട്ട് മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, അനധികൃത കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വലിയ പരിണതഫലം ഭാവിയിൽ അത് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ്. 1876-ൽ നമുക്ക് അഫ്ഗാനിസ്ഥാൻ നഷ്ടപ്പെട്ടു. 47-ൽ പാകിസ്ഥാനും ബംഗ്ലാദേശും നമുക്ക് നഷ്ടപ്പെട്ടു. കാശ്മീരിന് വേണ്ടി പാകിസ്ഥാൻ ഇന്നും അവകാശവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടത്, നമ്മളുടെ ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത്, നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തി അടിയന്തരമായിട്ട് ഫെൻസ് ചെയ്യുക, വേലി കെട്ടുക. അനധികൃതമായി അകത്തുള്ള ബംഗ്ലാദേശികളെ അടിയന്തരമായിട്ട് പുറത്താക്കുക. ബംഗ്ലാദേശിലെ അർഹിക്കുന്ന ന്യൂനപക്ഷത്തിന് CAA പ്രകാരം പൗരത്വം നൽകുക. ഒന്ന് മനസ്സിലാക്കുക, സ്വന്തം ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.